എൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയുവിൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന്, നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കഴിക്കുന്നതുവരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ശുശ്രൂഷയുടെ പിന്നിൽ നമുക്ക് പെസഹ കാണുവാൻ കഴിയുന്നുണ്ട്. പെസഹയുമായുള്ള ബന്ധം ഈ ശുശ്രൂഷയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്ന് അറിയുവാൻ കഴിയുന്നത് പോലെ പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെസഹ ദൈവവും ഇസ്രയേലും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു, ഉടമ്പടിയുടെ അടയാളമായിരുന്നു. പഴയ നിയമത്തിലും നമുക്ക് കർത്താവ് വിവിധ സന്ദർഭങ്ങളിൽ ഉടമ്പടികൾ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നോഹയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമായി ഇസ്രയേലുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ ആചാരങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഈ ഉടമ്പടികൾക്ക് ആധാരമായിട്ട് രക്തച്ചൊരിച്ചിലുകൾ നടക്കാറുണ്ട്. രക്തം ചൊരിഞ്ഞ് രക്തത്തിൻ്റെ അടയാളത്തോടുകൂടെ ഉടമ്പടി സ്ഥാപിക്കാറുണ്ട്. ഉടമ്പടിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നാം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പലവിധമാകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ, കോൺട്രാക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ കോൺട്രാക്റ്റിനെക്കാട്ടിലും ഉയർന്ന നിലവാരമുള്ളതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പ്രധാനമായിട്ടും കൂറ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ലോയൽറ്റി. ഉടമ്പടിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ധം. വളരെ വ്യക്തിപരമാകുന്നൊരു ബന്ധം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ കെട്ടിടം പണിയുവാൻ വേണ്ടി ആർക്കെങ്കിലും കോൺട്രാക്റ്റ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ അന്യോന്യം കൂറ് വേണമെന്നില്ല, അന്യോന്യം ബന്ധം വേണമെന്നില്ല. നാം കൊടുക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോൺട്രാക്റ്റ് നടപ്പിലാക്കുക, അത്രമാത്രമേ ഉള്ളൂ. എന്നാൽ ഉടമ്പടിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഉടമ്പടിയിൽ അന്യോന്യം കൂറുണ്ട്, അന്യോന്യം ഒരു ബന്ധം സ്ഥാപിതമാകുകയാണ്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃബന്ധമാണ്. അതൊരു ഉടമ്പടി ബന്ധമാകുന്നുവല്ലോ. ദൈവം അതേപോലെ തന്നെ നാമുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേലിന് പുറത്തുള്ള പല സമൂഹങ്ങളിലും ഇതിന് സമാനമാകുന്ന ഉടമ്പടികൾ ഉണ്ടായിരുന്നു. അവർക്കും രക്ത ഉടമ്പടികൾ ഉണ്ടായിരുന്നു. മനുഷ്യർ തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ വിരൽ മുറിച്ച് രക്തം പാത്രത്തിൽ അത് ശേഖരിച്ചിട്ട്, രണ്ടുപേരുടെയും വിരൽ മുറിച്ച് പാത്രത്തിൽ രക്തം ശേഖരിച്ചിട്ട് ഇരുവരുടെയും രക്തം കലർത്തിയിട്ട് ആ ഒരേ പാത്രത്തിൽ നിന്ന്, ഒരേ കപ്പിൽ നിന്ന് തന്നെ ഇരുവരും കുടിച്ച് ഉടമ്പടി സ്ഥാപിക്കുമായിരുന്നു. അത് ഇസ്രയേലിന് പുറത്തുള്ള ഉടമ്പടി ബന്ധങ്ങളായിരുന്നു. എന്നാൽ ഇസ്രയേലിൽ ഉടമ്പടി ബന്ധങ്ങൾ വന്ന സന്ദർഭത്തിൽ മൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞ് ആ രക്തത്തിൻ്റെ അടയാളത്തോടുകൂടെ ഉടമ്പടി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവും നമുക്ക് വേണ്ടി ഒരു രക്ത ഉടമ്പടി, നമ്മുടെ കർത്താവിൻ്റെ രക്തം കാൽവറിയിൽ ചൊരിയുന്നതിലൂടെ അവിടുന്ന് ഒരു പുതിയ ഉടമ്പടി എന്ന വാക്കാണ് നമ്മുടെ വചനത്തിൽ, ബൈബിളിൽ ഉപയോഗിക്കുന്നത് ഉചിതമായത്. നിയമം എന്ന് നാം വായിക്കുന്ന പഴയ നിയമം, പുതിയ നിയമം എന്ന് നാം വായിക്കുന്ന ആ നിയമം എന്ന വാക്കിനെക്കാട്ടിലും ഉടമ്പടി എന്ന വാക്കാണ് ഉചിതമായത്. ടെസ്റ്റമെൻ്റ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമുക്ക് പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള
ന്യൂ ടെസ്റ്റമെൻ്റ് ആൻഡ് ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നുള്ള പേര് ലഭിക്കുന്നത്. എന്നാൽ അതിലും നല്ല ഉചിതമാകുന്ന ഈ പുസ്തകത്തിന് കൊടുക്കുവാൻ കഴിയുന്ന പേര് ഇത് ഉടമ്പടികളുടെ പുസ്തകമാകുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ഉടമ്പടികളുടെ പുസ്തകമാകുന്നു. ഈ ഉടമ്പടിക്ക് ആധാരമായിരിക്കുന്നത് നിശ്ചയമായിട്ടും ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. ആ ഉടമ്പടി സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് തന്നെ ചങ്കിലെ അവസാന തുള്ളി രക്തവും ചൊരിയുവാനിടയായി. നാം ക്രൈസ്തവ ചരിത്രം ശ്രദ്ധിച്ചു പഠിക്കുകയാണ് എങ്കിൽ വളരെ തർക്കമുള്ള രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ട്. ഒന്ന് സ്നാനമാണ്. സ്നാനത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളായിട്ട് വിവിധ കൂട്ടങ്ങൾക്ക് വിവിധ നിലയിലുള്ള തർക്കങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ വളരെ സ്പഷ്ടമായിട്ട് കൃത്യമായിട്ട് നമുക്ക് അതിനു വേണ്ട ആലോചന നൽകുന്നുണ്ട്. ശ്രദ്ധയോടും മുൻവിധി കൂടാതെയും നാം അത് വായിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് സത്യം മനസ്സിലാക്കുവാൻ കഴിയും. അതേപോലെ വളരെ തർക്കം ലോകത്തിലെ അനേകം ഡിനോമിനേഷനുകളിൽ സഭയിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ തിരുവത്താഴ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ മേശയുമായുള്ള ബന്ധത്തിൽ തർക്ക വിഷയങ്ങളുണ്ട്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടുകൂടെ പഠിക്കുകയാണെങ്കിൽ യാതൊരു തർക്കവുമില്ലാതെ വളരെ കൃത്യമായിട്ട് വചനത്തിൽ ഈ മേശയെക്കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കർത്താവും നാമും തമ്മിലുള്ള, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ട കൃപ. ആ കൃപയിൽ നിന്ന് ദൈവം നമ്മോട് വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവിടുത്തെ രക്തം തന്നെ കാൽവറിയിൽ ചൊരിഞ്ഞ് സ്ഥാപിച്ച പുതിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ നാം വീണ്ടും ഭാഗമാകുന്നു. ഉടമ്പടി സ്ഥാപിതമായതാകുന്നു. നാം വീണ്ടും ഇന്ന് ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, ഈ വീഞ്ഞ് നാം കുടിക്കുന്ന സന്ദർഭത്തിൽ നാം ഒരിക്കൽ കൂടെ ആ ഉടമ്പടിയെ ഓർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ ആ ഉടമ്പടിയെ ഓർപ്പിക്കുന്നു. അതോടൊന്നിച്ച് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഉടമ്പടി സ്ഥാപിക്കുവാൻ വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ നാം സ്മരിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ അവസാന അന്ത്യ അത്താഴ സമയത്ത് സംഭവിച്ചത് 26-ാമത്തെ വാക്യത്തിൽ, 26-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പെസഹയുടെ ദിവസത്തിലാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, അങ്ങക്ക് പെസഹ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയാണ്? ആ സമയത്താണ് ഒരു സ്ഥലം തന്നെ അന്വേഷിക്കുന്നത്. ആ സ്ഥലം അന്വേഷിക്കുവാനും കർത്താവ് ചില അടയാളങ്ങൾ കൊടുക്കുവാനിടയായി. നിങ്ങൾ ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു കുടം വെള്ളവുമായിട്ടൊരു മനുഷ്യൻ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാനിങ്ങനെ ആ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ചിന്തിക്കുവാനിടയായി, ആ സമയത്തിനുള്ളിൽ തന്നെ വേണമെങ്കിൽ കർത്താവിന് യെരുശലേമിൽ ഒരു വലിയ ഹെഡ് ക്വാർട്ടേഴ്സ് പണിയുവാൻ കഴിയുമായിരുന്നു. വളരെ നിസ്സാരമായ നിലയിൽ തന്നെ കർത്താവിന് ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ഒരുക്കപ്പെട്ട ഓഫീസിൻ്റെ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നടത്തുവാൻ കഴിയുമായിരുന്നു. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ശ്രദ്ധേയമാണ്. സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഗലീല കടലിൻ്റെ അരികിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകം പ്ലാറ്റ്ഫോമോ പ്രത്യേകമായിട്ടുള്ള മൈതാന സംവിധാനങ്ങളോ ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന മീൻപിടുത്തക്കാരനാകുന്ന ശിമോൻ്റെ പടകിൽ കയറിയിരുന്നാണ് കർത്താവ് സുവിശേഷം പറയുവാനിടയായത്. തനിക്ക് യെരുശലേമിലേക്ക് പോകേണ്ട സന്ദർഭം വന്നപ്പോൾ കഴുതക്കുട്ടിയുടെ മുകളിൽ കയറി പോകേണ്ട സന്ദർഭം വന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാരോട് പറയുവാനിടയായി, എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്നിട്ട് കെട്ടപ്പെട്ട ഒരു പെൺകഴുതയെ കാണും, അതിൻ്റെ കുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരിക. അങ്ങനെ ആരുടെയോ കഴുതപ്പുറത്താണ് കർത്താവ് യെരുശലേമിലേക്ക് പോകുവാനിടയായത്. അതുതന്നെയല്ലേ കർത്താവിന് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. താൻ ഈ ലോക ജനതയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടി അവിടുന്ന് യാഗമായി തീരുവാൻ പോകുന്നു. ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുക്കുവാൻ പോകുകയാണ് എന്നാണെന്ന് കർത്താവിന് കൃത്യമായിട്ടറിയാം. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് കർത്താവ് ക്രൂശിതനാകുവാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊന്ന് ക്രമപ്പെടുത്തിയതിന് ശേഷം, ഒരു കല്ലറ ഒന്ന് ക്രമപ്പെടുത്തിയതിന് ശേഷമല്ലേ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മുന്നമേ കർത്താവിന് അറിയാവുന്നതിനാൽ അത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നില്ലേ? എന്നാൽ കർത്താവിൻ്റെ രീതി വ്യത്യസ്തമാണ്. കർത്താവ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് മുൻക്രമീകരണങ്ങളൊന്നുമില്ല. എന്നാൽ തക്ക സമയത്ത് രാജകീയമായി തന്നെ അവിടുത്തെ അടക്കം നടക്കുവാനിടയായി. അതുതന്നെയാണ് പെസഹാ ദിവസത്തിലും സംഭവിക്കുന്നത്. പെസഹാ ദിവസത്തിൽ അന്ന് രാവിലെയാണ്, എവിടെയാണ് നമ്മൾ പെസഹ ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ടത്? ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സാധാരണ മുറിയല്ല, ഒരു വൻ മാളിക
ഒരുക്കിയിരിക്കുന്നത്, വിരിച്ചൊരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ ഞാൻ നിങ്ങളോടുകൂടെ പെസഹ കഴിക്കുവാൻ പോകുന്നു. അവിടെ ആ പെസഹ ദിവസത്തിലും ആ ശ്രദ്ധേയമാകുന്ന ഭാഗങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ പെസഹയ്ക്ക് വേണ്ടി കർത്താവ് അവിടെ ചെല്ലുന്ന സന്ദർഭത്തിൽ രസകരം, അവിടെ അപ്പമുണ്ട്, വീഞ്ഞുണ്ട്. പക്ഷേ പെസഹ അതുമാത്രമുള്ളതാണോ പെസഹ? പെസഹ ശ്രദ്ധയോടുകൂടെ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തീയിൽ ചുട്ടെടുത്ത മാംസം പെസഹയ്ക്ക് ആവശ്യമാണ്. എന്നാൽ വളരെ വിചിത്രമായി തോന്നുന്നു, കർത്താവ് പെസഹ ഭക്ഷിക്കുവാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടില്ല. അപ്പവും വീഞ്ഞുമാണ്. കർത്താവ് അപ്പം ഭക്ഷിക്കുകയും വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. വളരെ വ്യക്തമാണ്, നിഴലുകൾ അവസാനിക്കുവാൻ പോകുന്നു, യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്, പൊരുളുകൾ വെളിപ്പെടുവാൻ പോകുകയാണ്. കർത്താവ് പറയുന്നത് കുഞ്ഞാട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ കുഞ്ഞാട് അറുക്കപ്പെടുവാൻ പോകുന്നു. സെറിമോണിയൽ ലോസിൻ്റെ അവസാന സെക്കൻഡുകളായിരുന്നു അത്. 613 സെറിമോണിയൽ ലോസ് മോശയിലൂടെ ലഭ്യമാകുവാനിടയായി. ആ നിയമങ്ങളെല്ലാം ആചരിച്ച ജനത, അവർ ആ നിയമങ്ങൾ ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സെറിമോണിയൽ ലോസിൻ്റെ അവസാനം കുറിക്കുന്ന ആ സന്ദർഭത്തിൽ പെസഹ കുഞ്ഞാട് തന്നെ ആ പെസഹയിൽ അവരുടെ നടുവിലുണ്ട്. ആ പെസഹ കുഞ്ഞാട് ആ പെസഹയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ പെസഹയ്ക്ക് അവസാനം കുറിച്ചിട്ട് പുതിയത് ഒന്നാരംഭിക്കുകയാണ്. അങ്ങനെ വലിയൊരു ട്രാൻസിഷൻ നടക്കുവാനിടയായി, ഒരു വലിയ മാറ്റം സംഭവിക്കുവാനിടയായി. ആ പാരമ്പര്യ നിയമങ്ങളുടെ കാലഘട്ടത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കൃപയുടെ യുഗം ആരംഭിക്കുകയാണ്, യാഥാർത്ഥ്യങ്ങളുടെ യുഗം ആരംഭിക്കുകയാണ്. ആ സെറിമോണിയൽ ലോസിന് അവസാനം കുറിച്ചുകൊണ്ട് യാഥാർത്ഥ്യം, സത്യം അവിടെ ആരംഭിക്കുകയാണ്. ഒരു പുതിയ ഉടമ്പടി, അതും രക്ത ഉടമ്പടിയാണ്. പഴയ നിയമത്തിലെ സീനായി പർവ്വതത്തിലെ ഉടമ്പടിയും രക്ത ഉടമ്പടിയാണ്. അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയും രക്ത ഉടമ്പടിയാണ്. എന്നാൽ പഴയ ഉടമ്പടിയിൽ മൃഗങ്ങളുടെ രക്തമായിരുന്നു ആ ഉടമ്പടിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സത്യമാകുന്ന കർത്താവ് തന്നെ, ആമേൻ, പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ പുത്രൻ തന്നെ, ഏകജാതനാകുന്ന പുത്രൻ തന്നെ അവിടുന്ന് തൻ്റെ ചങ്കിലെ രക്തമൊഴുക്കി പുതിയ ഉടമ്പടി, പുതിയ രക്ത ഉടമ്പടി സ്ഥാപിതമാകുന്നു. അത്ര ഗൗരവമേറിയ ഒരു മേശയിലേക്കാണ് നാം അടുത്തു വരുന്നത്. എത്ര വലിയ സന്ദേശങ്ങളാണ് ഈ മേശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ആ ബോധ്യത്തോടും ഭയഭക്തി ബഹുമാന ആദരവുകളോടും ആരാധനയോടും കൂടെ അടുത്തു വരികയാണ് എങ്കിൽ ഈ മേശയിൽ നിന്ന് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയും. ഇവിടെ കർത്താവ് ഈ മേശ ഭക്ഷിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരുക്കപ്പെട്ട ഒരു മാളികയ്ക്കുള്ളിൽ തനിക്ക് ഏറ്റവും അടുത്ത തൻ്റെ ശിഷ്യന്മാർ 11 പേർ, നാം ശ്രദ്ധിച്ച് സുവിശേഷം പഠിക്കുന്ന സന്ദർഭത്തിൽ പെസഹ കഴിഞ്ഞപ്പോൾ തന്നെ യൂദ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ പുതിയ ഉടമ്പടി ഭക്ഷിക്കുന്ന സന്ദർഭത്തിൽ യൂദ അവിടെയില്ല. തൻ്റെ ഹൃദയത്തോട് ചേർന്ന് വരുന്ന, അടുത്തു വരുന്ന 11 പേരാണ്. അവർ ചേർന്നാണ് ഈ ഉടമ്പടിയുടെ അടയാളമാകുന്ന അപ്പം ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുന്നത്. കർത്താവ് 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കിയ സന്ദർഭത്തിൽ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ നിന്ന് വന്നതാ, പേരെന്താ, ഒന്നും ചോദിച്ചില്ല. കർത്താവിന് അങ്ങനെ വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ട് അവിടെ ഒരു ബന്ധം സ്ഥാപിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ആ ബഹുപുരുഷാരത്തിന് 5 അപ്പവും 2 മീനും വാഴ്ത്തിയിട്ട് അതെല്ലാവർക്കും ധാരാളം, ഇഷ്ടം പോലെ കഴിച്ചുകൊള്ളുക, ധാരാളമായി അവർക്ക് കൊടുക്കുവാനിടയായി. എന്നാൽ ഈ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനം നടക്കുന്ന സന്ദർഭത്തിൽ അതൊരു തെരുവിലല്ല നടക്കുന്നത്, ഒരു പൊതുസ്ഥലത്തല്ല നടക്കുന്നത്. തൻ്റെ ഹൃദയത്തോട് ചേർന്ന് വരുന്ന, തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണത് നടക്കുന്നത്. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യഹൂദന്മാരുടെ ഇടയിലും പെസഹ വരുമ്പോൾ, പെസഹ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കുടുംബാംഗങ്ങളുടെ എണ്ണം എടുത്തിട്ട് ആ എണ്ണത്തിന് അനുസരിച്ചാണ് ഒരാടിനെ കൊല്ലേണ്ടത്. ആ കുടുംബാംഗങ്ങളാണ് ചുറ്റുമിരുന്ന്
അവർ ആണ് ആ പെസഹയിൽ നിന്ന് ഭക്ഷിക്കേണ്ടത്. വിശേഷിച്ചും യഹൂദന്മാരുടെ ഈ ബ്രെഡ് എന്ന് പറയുന്നത്, അവരത് മിക്ക ആ സമയങ്ങളിലുള്ള അവരുടെ റൊട്ടി എന്ന് പറയുന്നത് ചുട്ടെടുക്കുന്നതായിരുന്നു. ആ ചുട്ടെടുക്കുന്നത് അത് പപ്പടം പോലെ ഒടിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. അതിനാൽ ഒറ്റ ബ്രെഡാണ്, ഒരു വലിയ ബ്രെഡ്. ആ ഒരു വലിയ ബ്രെഡ് അവർ അപ്പനും കുഞ്ഞുങ്ങളും എല്ലാം ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒടിച്ച് അപ്പൻ എടുത്തതിന് ശേഷം അത് മകൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അവൻ അത് ഒടിച്ചെടുത്തതിന് ശേഷം അടുത്ത മകൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ അവർ ആ കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഫാമിലി മീൽ കൂടിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്ന പെസഹ. അതിന് സമാന്തരമായി തന്നെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ഈ മേശ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നവർക്കാണ് അവനത് പങ്കിട്ട് കൊടുത്തത്. ഇത് സൗഖ്യത്തിന് വേണ്ടിയുള്ള മേശയാണോ? നിശ്ചയമായിട്ടും സൗഖ്യത്തിന് വേണ്ടിയുള്ള മേശയാണ്. അത്ഭുതങ്ങൾ നടക്കുമോ? അത്ഭുതങ്ങൾ നടക്കും. ഒരിക്കലും നിങ്ങൾ ആ മറുപടിയില്ലാത്ത നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ മറുപടി ലഭിക്കുവാനിട വരും. അങ്ങനെയുള്ള അത്ഭുതത്തിൻ്റെ മേശയാണ്. പക്ഷേ ഈ മേശയിൽ നിന്ന് അത്ഭുതം ആർക്കാണ്? ഈ മേശയിൽ നിന്ന് സൗഖ്യം ആർക്കാണ്? തൻ്റെ മക്കൾക്കാണ്. വളരെ വ്യക്തമാണ്. നമുക്ക് പുറത്ത്, എനിക്ക് തെരുവലി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ, അടൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് എനിക്ക് രോഗിയെ സൗഖ്യമാക്കുവാൻ കഴിയും. ആ രോഗിയെ സൗഖ്യമാക്കുവാൻ എനിക്ക് ബ്രെഡ് വേണ്ട, വീഞ്ഞു വേണ്ട, എൻ്റെ കൈ മതി. ആ രോഗിയെ സൗഖ്യമാക്കാൻ എൻ്റെ നിഴൽ മതി. ആ രോഗിയെ സൗഖ്യമാക്കുവാൻ എൻ്റെ ഉറുമാൽ മതി. എന്നാൽ നമ്മൾ അകത്ത് വരുമ്പോൾ ഇത് കുടുംബത്തിനകത്ത് നടക്കുന്ന, അപ്പനും മക്കളുമായിട്ട് നടക്കുന്ന, അപ്പനും മക്കളുമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് കുടുംബകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബത്തിനകത്ത് നടക്കുന്ന ഭക്ഷണമേശയാണ്. ഇത് കർത്താവിൻ്റെ ശരീരമാണ്, ഇത് കർത്താവിൻ്റെ രക്തമാണ്. അതിന് സമാനമാകുന്നതിനാൽ, ശരീരത്തിനും രക്തത്തിനും സമാന്തരമാകുന്നതിനാൽ വളരെ ഗൗരവത്തോടുകൂടെ കുടുംബത്തിൻ്റെ അകത്ത് നടക്കേണ്ട ശുശ്രൂഷയാണ്. നീ കുടുംബത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിനക്ക് നിശ്ചയം സൗഖ്യം ഇതിലൂടെ ലഭ്യമാണ്. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇതിലൂടെ ലഭ്യമാണ്. ഈ രാത്രിയിലും നാം ഈ അത്താഴത്തിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് അത്ഭുതകരമായി നിങ്ങളെ വിടുവിക്കുവാനും സൗഖ്യമാക്കുവാനും പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ഇത് കർത്താവിൻ്റെ മേശയാകുന്നതിനാൽ, കർത്താവിൻ്റെ ശരീരത്തിന് സമാനമാകുന്നു, കർത്താവിൻ്റെ രക്തത്തിന് സമാനമാകുന്നതിനാൽ നാം നമ്മുടെ ജീവിതത്തെ പരിശോധനകൾക്ക് എക്സാമിനേഷൻസിന് വിധേയമാക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ആമേൻ. ആ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ലളിതമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ നാളെ നിങ്ങൾ ഈ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നമേ പൈപ്പിൽ പോയിട്ട് നിങ്ങൾ കൈ കഴുകാറുണ്ട്, അല്ലേ? നിങ്ങൾ അതിനു മുന്നമേ തന്നെ പല്ല് തേക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആ ദേഹശുദ്ധി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൗമികമാകുന്ന ആഹാരം കഴിക്കുമ്പോൾ, ഭൗമികമാകുന്ന ആഹാരം കഴിക്കുമ്പോൾ ദേഹശുദ്ധി ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നുവെങ്കിൽ, ഇത് കർത്താവ് നമുക്ക് നൽകുന്ന ആത്മീകമാകുന്ന ഒരു വലിയ മർമ്മമാകുന്നു. ഈ ആത്മീക മർമ്മത്തോട് നാം അടുത്തു വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തെ ശോധനകൾക്ക് വിധേയമാക്കി യേശുവിൻ്റെ രക്തം അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. യേശുവിൻ്റെ രക്തം എന്നും സജീവമാണ്. യേശുവിൻ്റെ രക്തം ഇന്നും സജീവമാകുന്നു എന്നതിൻ്റെ വ്യക്തമാകുന്ന അടയാളമാകുന്നു അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് യേശുവിനെ നേരിട്ട് ലഭിക്കുന്ന ഒരത്ഭുതമാണ് ഈ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത്. അത് ഇന്ന് സന്ധ്യയിലും ഈ സമയത്തും നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങൾ ആ ഒരു വലിയ സമർപ്പണത്തോടും ആത്മപരിശോധനയോടും കൂടെ ഈ ശുശ്രൂഷയോട് അടുത്തു വരണമേ എന്ന് ഞാൻ വിനയപരിശ്രമം ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ ചെയ്തത്, കാൽവറിയിൽ അവിടുത്തെ ആ പരമയാഗത്തെ ഒരു നിമിഷം ഒന്ന് സ്മരിക്കുന്നത് നല്ലതാണ്.
നമുക്ക് വേണ്ടിയുള്ള വീണ്ടെടുപ്പ് വിലയായിട്ടാകുന്നു യേശു കർത്താവ് കാൽവറിയിൽ മരിക്കുവാനിടയായത്. മാത്രവുമല്ല അതൊരു ഉടമ്പടിയുടെ യാഗമായിരുന്നു. മാത്രവുമല്ല അതൊരു പാപയാഗമായിരുന്നു. അവിടുന്ന് ആ കഷ്ടത അനുഭവിച്ചതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് കഷ്ടത സഹിച്ചത്. മാത്രവുമല്ല മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആ വീണ്ടെടുപ്പ് അനുഭവിക്കുന്ന നാം ഓരോരുത്തരും ഈ ശുശ്രൂഷയോട് ഇപ്പോൾ അടുത്തു വരുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ ക്രൂശിനെ സ്മരിക്കേണ്ടത് ആവശ്യമാണ്. അവിടുന്ന് അനുഭവിച്ച ആ കഷ്ടതയെ നിങ്ങൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകളെ നിങ്ങൾ ഓർത്തുകൊണ്ട് അതിന് നന്ദിയുള്ളവരായി, യോഗ്യതയില്ലാത്ത നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അത്ഭുതകരമാകുന്ന ഈ പദവിയെ ഓർത്ത് കർത്താവിനോട് നന്ദിയുള്ളവരായിട്ട് ഈ മേശയോട് അടുത്തു വരിക. ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു. ഈ സന്ദർഭത്തിൽ ഈ ശുശ്രൂഷയിൽ ആമേൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ കർത്താവിൻ്റെ ദാസന്മാരും എന്നോട് ചേർന്ന് വേദിയിലേക്ക് വരണമേ എന്ന് വിനയപരിശ്രമം ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധനകൾക്ക് വിധേയമാക്കുക. പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ നിങ്ങൾ കർത്താവാകുന്ന യേശുവിൻ്റെ രക്തം, ആമേൻ, എന്നും സജീവമാകുന്ന കർത്താവാകുന്ന യേശുവിൻ്റെ രക്തം നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ മനഃപൂർവ്വം പ്രാർത്ഥനയിൽ തയ്യാറാകുക. യേശുവിൻ്റെ സാന്നിധ്യമുള്ള ഈ സന്ദർഭത്തിൽ തന്നെ കർത്താവ് ഇവിടെ ഉണ്ട്. കർത്താവിനെ നാം ഓർക്കുമ്പോൾ മറ്റ് ഏതെങ്കിലും സംവിധാനത്തിൽ ഓർക്കുന്നത് പോലെയുള്ള ഒരു ഓർമ്മയല്ല, ജീവനോടുകൂടെ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. അവനിവിടെ ഉണ്ട് എന്നുള്ള ആ സത്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് അവിടുത്തെ അത്ഭുതങ്ങളെ നമ്മൾ ഓർക്കുന്നത്, അവിടുത്തെ ക്രൂശിനെ നമ്മൾ ഓർക്കുന്നത്. എല്ലാവരും കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക. ചില മിനിറ്റുകൾ ആത്മപരിശോധനയ്ക്ക് നിങ്ങൾ വിധേയരാകുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ മേശയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ബൗച്ചൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, അങ്ങയുടെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന തിരുമേശയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്ന കർത്താവേ, 2013 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി കാൽവരിയിൽ തീർന്ന നിത്യസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. അത് ഓർക്കുവാൻ, അതനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് ഈ രക്തത്തിൻ്റെ വില നൽകി അവിടെ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് ഈ രാത്രിയിൽ നന്ദി പറയുന്നു കർത്താവേ. ഈ ശുശ്രൂഷയിലേക്ക് അടുത്ത് വരുമ്പോൾ അത് ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവിടെ ഞങ്ങൾക്ക് സഹിച്ച പങ്കപ്പാടുകൾ എത്ര വലുതെന്ന് അത് ഓർത്തുകൊണ്ട് ഈ രാത്രി ഈ മേശയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പകരണമേ. ഇതിലൂടെ ലഭിക്കുന്ന ജീവന്റെ സമൃദ്ധി ഞങ്ങൾ എല്ലാവരുടെ മേലും സ്വർഗം പകരണമേ. എൻ്റെ ദാസനെ അതിനായിട്ട് ഒരുക്കണമേ കർത്താവേ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പുത്രനാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, അങ്ങനെയുള്ളൊരു കൂട്ടായ്മയുടെ നടുവിൽ ആരാധിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ് ഇതിൻ്റെ ഭാഗമാകുവാൻ കഴിയുന്നത്. നിങ്ങൾ യെശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരാകുന്നു. എന്നാൽ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇതുവരെയും നിങ്ങൾ വേർപെട്ട് ആരാധിക്കുന്നില്ല എങ്കിൽ ദയവായിട്ട് ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ ഭാഗമാകരുത് എന്ന് വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. വളരെ വൈകാതെ തന്നെ കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള അവസരം നൽകിത്തരും. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുക. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയോട് ചേർന്ന് ആരാധിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കാണ് ഇതിൻ്റെ ഭാഗമാകുവാൻ കഴിയുന്നത്. അതോടൊന്നിച്ച് തന്നെ ഈ രാത്രിയിൽ ശുശ്രൂഷ നടക്കുമ്പോൾ അഷേഴ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ദൈവദാസന്മാർ രണ്ടിടത്തായിട്ട് നിൽക്കുന്നതായിരിക്കും. ഏറ്റവും പിന്നിൽ ഉള്ളവരാണ് ആദ്യം വരേണ്ടത്. അഷേഴ്സ് അതിനുള്ള നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും. നമുക്കൊരുമിച്ച് അപ്പത്തിനു വേണ്ടി സ്തോത്രം ചെയ്യാം, പാനപാത്രത്തിനു വേണ്ടി സ്തോത്രം ചെയ്യാം. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാനപാത്രത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ ദൈവമേ, യേശുവിൻ നാമത്തിൽ ഈ മേശയുടെ മേൽ അങ്ങയുടെ ആശീർവാദങ്ങളെ ഞങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അപ്പത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശീർവാദങ്ങളെ പുറപ്പെടുവിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾക്കിത് അനുഗ്രഹത്തിൻ്റെ മേശയെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. വിജയത്തിൻ്റെ മേശയെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സൗഖ്യത്തിൻ്റെ മേശയെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ അപ്പത്തെ പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, പാനപാത്രത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ പാനപാത്രത്തിൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ആശീർവാദത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും അങ്ങ് ചൊരിഞ്ഞുവല്ലോ. കർത്താവേ, അങ്ങയുടെ പങ്കപ്പാടുകളെ, കഷ്ടതകളെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നു. ഈ പാനപാത്രത്തിൻ്റെ മേൽ അങ്ങയുടെ ആശീർവാദങ്ങളെ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പാനപാത്രത്തിൽ നിന്ന് ഞങ്ങൾ പങ്കാളികളായി തീരുന്ന സന്ദർഭത്തിൽ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. ആമേൻ. വരുവാൻ പോകുന്ന വലിയ വിരുന്നിനെ കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിക്കണമേ. ആ വിരുന്ന് നടക്കുന്ന ദിവസം വരെയും കർത്താവ് മുന്തിരിവള്ളിയുടെ അനുഭവം കുടിക്കുകയില്ലെന്ന് പറഞ്ഞുവല്ലോ. ഞങ്ങളുമായി ഒരുമിച്ച് നടക്കുവാൻ പോകുന്ന വലിയ വിരുന്നിനെ കുറിച്ചുള്ള ആ ഫ്യൂച്ചർ വെളിപ്പാടോടുകൂടെ കർത്താവേ, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ ഞങ്ങൾ ഈ പാനപാത്രത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ തന്നെ. പിന്നെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി, സ്തോത്രം സ്തോത്രം ചേർന്ന് എല്ലാവരും സ്തോത്രം പറയുക. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി, ഇത് എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. ഇതെൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് ഭക്ഷിപ്പീൻ. ഹല്ലേലൂയ. യേശുപരാ ജീവനിൽ ക്യായ് വേടുന്നു ദേവേശ യേശുപരാ ജീവനിൽ ക്യായ് വേടുന്നു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. മേശയിൽ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവം ഈ സമയത്ത് പുറകിൽ 2 വർഷത്തിലുള്ള ആളുകൾ, മുമ്പിലുള്ള ആളുകൾ, ഇപ്പോൾ വരുന്നത് പുറകിലുള്ള ആളുകൾ. Father,